to 7th video of physiotherapy class. In this video, we are going to discuss about relaxation techniques and suspension therapy. First of all, we are going to discuss about relaxation. Relaxation is a technique often used by sports performers to calm themselves, thereby decrease anxiety and controlling arousal. It can increase the sense of control, reduce anxiety, and helps the performers to feel calm and comfortable. Relaxation involves a decrease in breathing rate, heart rate, muscle activity, oxygen consumption. What are the importance of relaxation techniques? Relaxation prevent excessive arousal. Relaxation decrease the physical and mental symptoms of nervousness, and also relaxation is the alternative to motivational method that prevent the over arousal of the athletes. നമ്മുടെ പെർഫോമൻസിന് എപ്പോഴും തടസ്സം നിൽക്കുന്നതാണ് എക്സസീവ് അറൗസൽ. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ റിലാക്സേഷൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നെർവസ്നെസ്സിനെ, ഫിസിക്കൽ മെൻ്റൽ നെർവസ്നെസ്സിനെയും റിലാക്സേഷൻ മൂലം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ അത്ലറ്റ്സിലൊക്കെ അവരുടെ പെർഫോമൻസിന് എന്നും തടസ്സമായിട്ട് നിൽക്കുന്നൊരു സംഗതിയാണ്. എൻഹാൻസ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. Next is relaxation techniques. A relaxation technique is any method, process, procedure or activity that helps a person to relax, to attain a state of increased calmness, or otherwise reduce level of pain, anxiety, stress or anger. Relaxation techniques are often employed as one element of a wider stress management program and can decrease muscle tension, lower the blood pressure and slower heart rate and breath rates. Next is different methods to attain relaxation. First, progressive muscle relaxation. The most common form of relaxation is the progressive muscle relaxation that involves the athletes tensing and relaxing muscle group from top to bottom. Objective is to reduce muscular tension, and progressive muscle relaxation reduces heart and breathing rate. Progressive muscle relaxation should not be used before competition. Progressive muscle relaxation ഒരു ടെക്നിക്സ് ആണ് നമ്മൾക്ക് റിലാക്സേഷൻ അറ്റൈൻ ചെയ്യാനുള്ള. നമ്മൾ ഓരോ ബോഡി ഭാഗത്തെയും ഇമാജിൻ ചെയ്യുകയും അത് ടെൻഷനാക്കിക്കൊണ്ട് പിന്നീട് റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആദ്യം നമ്മൾ ടെൻഷൻ ആക്കുന്ന സമയത്ത് പിന്നീട് റിലാക്സേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിലാക്സേഷൻ അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിനാണ് നമ്മൾ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോ ബോഡി പോർഷനെയും ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്സാണ്. പരിശീലനത്തിലൂടെ ഇത് വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയെ പ്രോപ്പർ റിലാക്സേഷനിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. മെഡിറ്റേഷൻ ഈസ് ദ അനദർ മെത്തേഡ് ടു അറ്റൈൻ റിലാക്സേഷൻ. That involves deep breathing and concentration that allows tension to leave the body with exhalation. എക്സലേഷനിലൂടെ നമ്മുടെ ബോഡിയിൽ നിന്ന് ടെൻഷൻ റിലീവ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാനും അതുപോലെ തന്നെ റിലാക്സേഷൻ കൈവരിക്കാനും സാധിക്കുന്നു. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മെഡിറ്റേഷൻസ് ആർ സിറ്റിംഗ് ക്വൈറ്റ്ലി ഫോർ 20 minutes and focusing on a word or symbol,
that controlling breathing. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ ഒരു സിമ്പിളിലേക്കോ ഫോക്കസ് ചെയ്തുകൊണ്ട് ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് റിലാക്സേഷൻ അറ്റൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന റിലാക്സേഷൻ ടെക്നിക്സിലുള്ളത്. ഒരു 20 മിനിറ്റ് നേരം ശാന്തമായിട്ട് ഇരുന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. നിരന്തര പരിശീലനത്തിലൂടെ വളരെ ഈസി ആയിട്ട് റിലാക്സേഷൻ കൈവരിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് ഈസ് കോൺട്രാസ്റ്റ് മെത്തേഡ്. റിലാക്സേഷൻ അറ്റൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കോൺട്രാസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. ക്ലയൻറ്റിനെ റിലാക്സ്ഡ് പൊസിഷനിൽ കിടത്തിയ ശേഷം തുടർന്ന് വരുന്ന കാര്യങ്ങൾ ഉറച്ച ശബ്ദത്തിൽ സജഷനുകളായിട്ട് കൊടുക്കുക. പുൾ യുവർ ഫീറ്റ് അപ്പ് ടുവേർഡ്സ് യു ആൻഡ് ആസ് ഹാർഡ് ആസ് യു ക്യാൻ, ദെൻ റിലാക്സ് ദം. പോയിൻറ്റ് യുവർ ടോസ് അവേ ഫ്രം യു, ദെൻ റിലാക്സ് ദം. Either push your knees down into the pillow or push your feet down into the floor. Then relax. പേഷ്യൻസിന് പരിപൂർണമായി റിലാക്സ്ഡ് കിടത്തിയ ശേഷമായിരിക്കണം ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. ഓരോ ഭാഗങ്ങളായിട്ട് മനസ്സിലേക്ക് ഇമാജിൻ ചെയ്യാൻ പറയുകയും അതിനുശേഷം ആ ഭാഗത്തെ ടെൻസ്ഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ബലം പിടിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് റിലാക്സ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. അതോടുകൂടെ അവർക്ക് കൂടുതൽ റിലാക്സേഷൻ അറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ താഴെ ഭാഗം മുതൽ മുകൾ ഭാഗം വരെ ഓരോന്നായിട്ട് റിലാക്സേഷൻ അറ്റൈൻ ചെയ്യാനും സാധിക്കുന്നു. ഇനി നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് പ്രയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. Choose a quiet place where you won't be interrupted. Before you start, do a few gentle stretching exercise to relieve muscular tension. Make yourself comfortable, either sitting or lying down. Start to breathe slowly and deeply in a calm and effortless way. Gently tense, then relax each part of your body, starting with your feet and working your way up to your face and head. As you focus on each area, think of warmth, heaviness, and relaxation. Push any distracting thoughts to the back of your mind. Imagine them floating away. Don't try to relax. Simply let go of the tension in your muscle and allow them to become relaxed. Let your mind go empty. Some people find it helpful to visualize a calm, beautiful place such as a garden or meadow. Stay like this for about 20 minutes. Then take some deep breath and open your eyes. But stay sitting or lying for a few moments before you get up. Next is suspension therapy. Suspension is a special technique of exercise therapy in which a part or all of the body is suspended in the air by ropes and slings attached to fixed point above to increase the range of motion, increase muscle power and support body part. Aims of suspension therapies are improve joint range of motion. Suspension therapy gives muscle strengthening and it helps to neuromuscular coordination. Advantages of suspension therapy is that reduces the burden of therapist. Suspension therapy easy to lift the limbs and active movement can be performed easily with minimum friction. Disadvantages of the suspension therapies are it is quite complex and many equipments is required for performing suspension therapy. See this picture. This is the suspension frame, otherwise known as Guthrie Smith apparatus.
The late Mrs. Guthrie Smith has invented the suspension apparatus. Parts of suspension apparatus are fixed point, supporting ropes, slings, wooden cleat, dog clip and S-hook, storage trolley. There are different types of suspension. One is vertical suspension, axial suspension and pendular suspension. In vertical suspension, center of gravity of the body part or body is taken as point of suspension. Vertical suspension used to provide support to the body part of the patient, and vertical suspension used for relaxation and prevent pressure sore. Mechanism of movement in vertical suspensions are: in using vertical fixation, the rope is fixed so that it hangs vertically above the center of gravity of the part to be suspended. Vertical suspension is used for support as it tends to limit the movement of the part to a small range pendular movement on each side of the central resting point. അതായത് നമ്മുടെ ജോയിൻറ്റിൻ്റെ ഏത് ജോയിൻ്റ് ആണോ നമ്മൾ മൂവ് ചെയ്യേണ്ടത് ആ ജോയിൻറ്റിൻ്റെ വെർട്ടിക്കലി എബവ് ആയിരിക്കും ഈ ഒരു ഹുക്ക് അതിൻ്റെ മെഷിൽ അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ വെർട്ടിക്കലി എബവ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ വെർട്ടിക്കൽ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ സസ്പെൻഷൻ അത് മൂവ്മെൻറ്റിനെ ലിമിറ്റ് ചെയ്യുകയും ഒരു മൈൽഡ് പെൻഡുലാർ മൂവ്മെൻറ്റ് മാത്രം അലോ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ വെർട്ടിക്കൽ സസ്പെൻഷനിൽ ഉള്ളത്. നെക്സ്റ്റ് ഈസ് ആക്സിയൽ സസ്പെൻഷൻ. Axial suspension is the most common type of suspension. In this suspension, joint is taken as point of suspension. This is in the gravity eliminated position. Uses of axial suspension is it used for relaxation, it maintain muscle property, and it increases blood circulation and increased venous and lymphatic drainage. Mechanisms of movement in axial suspension is: axial suspension occurs when all ropes supporting a part are attached to one S-hook which is fixed to a point immediately above the center of joint which is to be moved. അതായത് നമ്മൾ മൂവ് ചെയ്യേണ്ട ജോയിൻ്റ് ഏതാണോ, അത് എൽബോ ആണെങ്കിലും അതല്ലെങ്കിൽ നീ ജോയിൻ്റ് ആണെങ്കിലും നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള സ്ലിങ്ങുകളും ആ ഒരു S-ഹുക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ആ S-ഹുക്ക് നമ്മുടെ ജോയിൻറ്റിൻ്റെ നേരെ വെർട്ടിക്കലി എബവ് അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് ആക്സിയൽ സസ്പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When such fixation is set up, the movement of the limb will be a flat plane level with the floor. In this way, pure angular movement are obtained. അതായത് നമ്മുടെ ലിംബ് നമ്മുടെ ഫ്ലോറിന് നേരെ പാരലായിട്ട് അതല്ലെങ്കിൽ പാരലൽ പ്ലെയിനിൽ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു പാരലൽ പ്ലെയിനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആംഗുലാർ മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. This picture denotes the axial suspension. Next is pendular suspension. In pendular suspension, point of suspension is shifted away from the joint axis. നമ്മൾ ആക്സിയൽ സസ്പെൻഷനിൽ ജോയിൻ്റ് ആക്സിസിൻ്റെ വെർട്ടിക്കലി എബവ് ആണ് ഹുക്ക് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ പെൻഡുലാർ സസ്പെൻഷനിൽ ഈ ഹുക്ക് അവേ ഫ്രം ദ ജോയിൻ്റ് ആക്സിസ്, ഫിക്സ് അവേ ഫ്രം ദ ജോയിൻ്റ് ആക്സിസ്. അതാണ് പിന്നെ തമ്മിലുള്ള വ്യത്യാസം. In this suspension, movement usually takes place against gravity. ആക്സിയലിൽ മൂവ്മെൻറ്റ് ഒരു ഗ്രാവിറ്റി എലിമിനേറ്റഡ് പൊസിഷനിലാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. Muscles will be getting resistance while moving if the axis is shifted opposite to that of movement. ഈ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റിലേക്കുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഗ്രാവിറ്റി റെസിസ്റ്റഡ് പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസിന് കൂടുതൽ പവറും എൻഡ്യൂറൻസും ഇതുകൊണ്ട് പിന്നീടുണ്ടാവുന്നു. അതാണ് ലാസ്റ്റ് പറയുന്നത് യൂസസ് ഓഫ്
പെൻഡുലാർ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്രീസസ് ദ മസിൽ സ്ട്രെങ്ത് ആൻഡ് മസിൽ എൻഡ്യൂറൻസ്.